ഓൾറെഡി നമ്മൾ 5 പാരഗ്രാഫ് ഡിസ്കസ് ചെയ്തു. ഇത് 6ാമത്തെ പാരഗ്രാഫാണ്. ദ എക്സ്പെരിമെന്റൽ സൈക്കോളജിസ്റ്റ് വാണ്ടഡ് ടു എക്സ്പ്ലോർ വെദർ ദ നോയ്സ് അഡ്വൈസ്ലി അഫക്ട് ദ റിയാക്ഷൻ ടൈം. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കേണ്ട കാര്യം എന്താണ്? നോയ്സ് ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് വരുന്നത് ആൻഡ് റിയാക്ഷൻ ടൈം ആണ് ഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് വരുന്നത്. ഷി ഓൾസോ വാണ്ടഡ് ടു എക്സ്പ്ലോർ വെദർ ദ സ്ട്രെസ് ലെവൽ വുഡ് മോഡറേറ്റ് ദ എഫക്ട് ഓഫ് നോയ്സ്. അപ്പൊ സ്ട്രെസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ 2 ആയിട്ട് വരുന്നു. ഷി വേരിഡ് നോയ്സ് അറ്റ് 3 ലെവൽസ്: ലോ, ലോ, മോഡറേറ്റ് ആൻഡ് ഹൈ ഡെസിബിൾസ് ആയിട്ട്. ഷി വേരിഡ് സ്ട്രെസ്സസ് 2 ലെവൽസ്: ലോ ആൻഡ് ഹൈ. അപ്പൊ പറഞ്ഞ അനുസരിച്ചിട്ട് ഒന്നാമത്തെ വേരിയബിളിന് 3 ലെവൽ ഉണ്ട്, രണ്ടാമത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിളിന് 2 ലെവൽ ഉണ്ട്. അപ്പോൾ ഇതിൽ 2 ഫാക്ടേഴ്സ് വന്നു. ആദ്യത്തെ ഫാക്ടറിന് 3 ലെവലും രണ്ടാമത്തെ ഫാക്ടറിന് 2 ലെവലും വന്നു. ഫ്രം ദ ഇനീഷ്യൽ പൂൾ ഓഫ് കോളേജ് സ്റ്റുഡൻസ്, സബ്ജക്ട് വെയർ റാൻഡംലി അസൈൻഡ് ടു ഡിഫറെന്റ് ഗ്രൂപ്പ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, റാൻഡംലി അസൈൻഡ് എന്ന് കേട്ടാല് അതിന്റെ അർത്ഥം അവിടെ യൂസ് ചെയ്യുന്നത് ബിറ്റ്വീൻ ഗ്രൂപ്പ് ഡിസൈൻ ആവാനാണ് മോസ്റ്റ് പ്രോബബിലി ചാൻസ് ഉള്ളത്. ബാക്കി കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം. പക്ഷെ റാൻഡംലി അസൈൻഡ് എന്ന് പറയുമ്പോൾ അത് ബിറ്റ്വീൻ ഗ്രൂപ്പ് ആയിരിക്കും. ചിലപ്പോൾ മിക്സ്ഡ് ഡിസൈൻ വന്നേക്കാം. അതുകൊണ്ടാണ് ഞാൻ മോസ്റ്റ് പ്രോബബിലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എനിവേ ഇവിടെ റാൻഡംലി അസൈൻഡ് എന്ന് പറഞ്ഞപ്പോൾ അത് ബിറ്റ്വീൻ ഗ്രൂപ്പ് ആയിരിക്കാം എന്നുള്ള പോസിബിലിറ്റി മനസ്സിൽ വെക്കുക. ഹവർ എ ഫ്യൂ സബ്ജക്ട് കുഡ് നോട്ട് ടേൺ അപ്പ് ടു ദ ലബോറട്ടറി ഡ്യൂ ടു വെക്കേഷൻ. അപ്പം എന്ത് സംഭവിച്ചില്ല? ചില ആൾക്കാര് ലബോറട്ടറിയിലോട്ട് വന്നില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു സ്റ്റുഡൻസ് അത്ര എന്ത് ചെയ്തില്ല, വന്നില്ല. ഇൻ ഓൾ 297 subject participated in the experiment. അപ്പം ടോട്ടൽ എത്ര പേരാണ് സ്റ്റഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്? 297. ഇത്ര ആൾക്കാരാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഈച്ച് സബ്ജക്ട് ഇൻ ഈച്ച് ഗ്രൂപ്പ് വാസ് ടെസ്റ്റഡ് ഫോർ സിമ്പിൾ റിയാക്ഷൻ, ഡിസ്ജങ്ക്റ്റീവ് റിയാക്ഷൻ ആൻഡ് ചോയ്സ് റിയാക്ഷൻ ടൈം. അപ്പം ഇവിടെ 3 തരത്തിലുള്ള റിയാക്ഷൻ ടൈം മെഷർ ചെയ്യുന്നുണ്ട്. റിയാക്ഷൻ ടൈം എന്തായിരുന്നു? ഡിപെൻഡന്റ് വേരിയബിൾ ആയിരുന്നു. അപ്പൊ ഡിപെൻഡന്റ് വേരിയബിളിന് 3 ടൈപ്പ് വരുന്നുണ്ട്. തിയറി ആൻഡ് ദ പ്രിലിമിനറി അനാലിസിസ് ഇൻഡിക്കേറ്റഡ് ദ 3 ടൈപ്പ് ഓഫ് റിയാക്ഷൻ ടൈം വർ മോഡറേറ്റ്ലി കോറിലേറ്റഡ്. ഈ 3 മോഡറേറ്റ്ലി കോറിലേറ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. And the covariance matrices showing the covariance among the 3 type of reaction time were found to be quite similar for all the groups. The multivariate analysis of variance MANOVA results were computed to explore the group difference in means, as the most common practice is 4 test criteria: Pillai's criterion, Wilks criterion, Hoteling's criterion, Roy's criterion were obtained. Among the different results obtained in this work, one interesting finding was that the stress moderate the effect of noise level in reaction time. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് മനോവ യൂസ് ചെയ്തതെന്ന് പറഞ്ഞാല്, ഇവിടെ ഡിപെൻഡന്റ് വേരിയബിൾ എന്തുണ്ട്? കുറെ ഡിപെൻഡന്റ് വേരിയബിൾ വരുന്നുണ്ട്. ഡിപെൻഡന്റ് വേരിയബിൾ കുറെ എണ്ണം വരുന്നത് കൊണ്ടാണ് നമ്മൾ മനോവ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഒന്നിലധികം ഡിപെൻഡന്റ് വേരിയബിൾ വരുന്ന സമയത്താണ് മനോവയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെസ്റ്റ് ക്രൈറ്റീരിയൻ ഈസ് മോർ അപ്രോപ്രിയേറ്റ് ദാൻ അതേഴ്സ്? ഈ 4 എണ്ണം നേരത്തെ പാരഗ്രാഫിൽ പറഞ്ഞതിൽ ഈ കേസിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആവുക പിള്ളേഴ്സ് ക്രൈറ്റീരിയൻ ആണ്. കാരണം ആൾക്കാരുടെ നമ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 297 ആയിരുന്നു. ഇത്ര ആൾക്കാരെയാണ് എത്ര ഗ്രൂപ്പിലോട്ട് സ്പ്ലിറ്റ് ചെയ്തിടണം? 6 ഗ്രൂപ്പിലേക്ക്. ഈ 6 ഗ്രൂപ്പ് എന്നുള്ളത് നമുക്ക് എങ്ങനെയാ മനസ്സിലായത്? ഒന്നാമത്തെ ഫാക്ടറിന് 3 ലെവൽ ഉണ്ടായിരുന്നു, രണ്ടാമത്തെ ഫാക്ടറിന് 2 ലെവൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് വരുന്നത് 3 into 2 ആണ്. അപ്പൊ 6 ഗ്രൂപ്പ്സ് ആണ് അവിടെ ഉണ്ടാകുക. ഇപ്പൊ 297 ആൾക്കാരെ നമുക്ക് 6 ഗ്രൂപ്പിലോട്ട് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. 300 ആൾക്കാരായിരുന്നെങ്കിൽ പോസിബിൾ ആയിരുന്നു, അല്ലെങ്കിൽ 294 ഒക്കെ ആയിരുന്നെങ്കിലും പോസിബിൾ ആയിരുന്നു. അപ്പൊ ഇവിടെ പറ്റില്ല, നമുക്ക് 6 ഗ്രൂപ്പിലോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പിൽ ആൾക്കാരുടെ എണ്ണത്തിൽ ഡിഫറൻസ് ഉണ്ടാകും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത്, അൺഈക്വൽ ആയിട്ടുള്ള ഗ്രൂപ്പ് സൈസ് ഉണ്ടാകുന്ന സമയത്ത് അതൊരു അൺബാലൻസ്ഡ് ഡിസൈൻ ആയിട്ട് മാറും. ഇത് ശ്രദ്ധിക്കണം. ചില സമയത്ത് അനോവയ്ക്ക് പേരിടാൻ പറയുമ്പോൾ ബാലൻസ്ഡ് ഡിസൈൻ എന്നും അൺബാലൻസ്ഡ് ഡിസൈൻ എന്നും കാണാൻ വേണ്ടി പറ്റും. ബാലൻസ്ഡ് ഡിസൈൻ വരിക ആ ഗ്രൂപ്പിൽ ആൾക്കാരെ നമുക്ക് ഈക്വലി സ്പ്ലിറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. എല്ലാത്തിലും ഇപ്പൊ 10 പേര് 10 പേര് 10 പേര് 10 10 10 ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ അതൊരു ബാലൻസ്ഡ് ഡിസൈൻ ആണ്. ഇനി അൺബാലൻസ്ഡ് ഡിസൈൻ വരിക ഈ ഗ്രൂപ്പിലെ ഏതെങ്കിലും ഒന്നിലൊക്കെ ആൾക്കാരുടെ
എണ്ണത്തില് മാറ്റം വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് അൺബാലൻസ്ഡ് ഡിസൈൻ എന്ന് പറയുക. അപ്പൊ പാർട്ടിസിപ്പൻസിന്റെ നമ്പറിൽ നിന്നായിരിക്കും നമുക്കിത് പലപ്പോഴും ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ഡിസൈൻ എംപ്ലോയ്ഡ് ഇൻ ദ എബോവ് സ്റ്റഡി ക്യാൻ ബെസ്റ്റ് ബി ലേബിൾഡ് ആസ്. ഈ ഒരു സ്റ്റഡീനെ നമുക്ക് ലേബിൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് എന്താണെന്നുള്ളതാണ്. അപ്പം ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞു, ഇത് അൺബാലൻസ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, കൊവേരിയേറ്റ് ഇല്ല, അതുകൊണ്ട് അത് വേണ്ട. അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഫാക്ടോറിയൽ ഡിസൈൻ ആണ്. ഫാക്ടോറിയൽ ഡിസൈൻ വരെ എപ്പോഴാണ്, ഒന്നിലധികം ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടെങ്കിലാണ് നമ്മൾ അതിനെ ഫാക്ടോറിയൽ ഡിസൈൻ എന്ന് പറയാം. ആൻഡ് ഇവിടെ പാർട്ടിസിപ്പൻസിന്റെ നമ്പർ നമുക്ക് ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റാത്തതുകൊണ്ട് തന്നെ അതൊരു അൺബാലൻസ്ഡ് ആണ്. ആൻസർ 3 ആയിരിക്കും വരിക. അപ്പം 3 × 2 അൺബാലൻസ്ഡ് ഫാക്ടോറിയൽ ഡിസൈൻ എന്ന് പറയും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് കൺക്ലൂഷൻ ക്യാൻ ബി കോൺഫിഡന്റ്ലി ഡ്രോൺ ഫ്രം ദ എബവ് സ്റ്റഡി. അപ്പോ ഈ പാരഗ്രാഫില് താഴെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിഫറെന്റ് റിസൾട്ട് കിട്ടിയതിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫൈൻഡിങ്, സ്ട്രെസ് മോഡറേറ്റ് ദ എഫക്ട് ഓഫ് നോയിസ് ലെവൽ ഓൺ റിയാക്ഷൻ ടൈം. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതെന്തായിരിക്കും, അതിന്റെ ആൻസർ വരുന്നത് ഇന്ററാക്ഷൻ എഫക്ട് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അവിടെ മെയിൻ എഫക്റ്റ് അല്ല, മോഡറേറ്റ് എന്ന് പറഞ്ഞു കണ്ടു കഴിഞ്ഞാൽ അവിടെ മെയിൻ എഫക്റ്റ് അല്ല, നോയിസിന്റെയും സ്ട്രെസ്സിന്റെയും കൂടെ ഒരു ഇന്ററാക്ഷൻ സിഗ്നിഫിക്കന്റ് ആണെന്നുള്ളതാണ് അവിടെ മീൻ ചെയ്യുന്നത്. ആൻഡ് നാലാമത്തത്, ദ അബവ് ഇൻഫർമേഷൻ സജസ്റ്റ് ദാറ്റ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്, ദ അസംഷൻ ഓഫ് ഹോമോജിനിറ്റി ഓഫ് കോവേരിയൻസ് മെട്രിക്സ് ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്, ദ അസംഷൻ ഓഫ് ഹോമോജിനിറ്റി ഓഫ് കോവേരിയൻസ് മെട്രിക്സ് ഈസ് സാറ്റിസ്ഫൈഡ്. നമ്മൾ സെക്കൻഡ് പാരഗ്രാഫ് ഡിസ്കസ് ചെയ്ത സമയത്ത് എങ്ങാണ്ട് അനോവയുടെ അസംഷൻസ് പറഞ്ഞപ്പം ഈ ഹോമോജിനിറ്റി ഓഫ് കോവേരിയൻസ് മെട്രിസസ് വരുന്നത് മനോവയുടെ അസംഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പാരഗ്രാഫിലോട്ട് തിരിച്ചു വരികയാണെങ്കിൽ ഈ ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാകും, നമ്മളിപ്പം covariance. The covariance matrices showing the covariance among 3 type of reaction times were found to be quite similar for all group. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഒരു അസംഷൻ ഫോളോ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. ദ അസംഷൻ ഓഫ് ഹോമോജിനിറ്റി ഓഫ് കോവേരിയൻസ് മെട്രിക്സ് സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളതാണ് ആ സെന്റൻസ് മീൻ ചെയ്യുന്നത്. അപ്പൊ ആൻസർ വരുന്നത് 2 ആയിരിക്കും. ആൻഡ് അടുത്തത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റീസൺ ജസ്റ്റിഫൈസ് ദ അപ്ലിക്കേഷൻ അറ്റ് മനോവ ഇൻ ദ പ്രസന്റ് വർക്ക്. എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ മനോവ യൂസ് ചെയ്തത്, മോർ ദാൻ വൺ ഡിപ്പെൻഡന്റ് വേരിയബിൾ, അതുകൊണ്ടാണ് നമ്മൾ മനോവ യൂസ് ചെയ്തത്.